അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവര് തുടക്കം മുതലേ അപഹസിക്കുക, ഈ ഇതിനെയൊക്കെ തന്നെ തള്ളിപ്പറയുക. ഇവർക്ക് ഈ സമരങ്ങളിലൂടെ വന്നവരല്ലേ ഈ പറയുന്ന ചോരകളുടെയും ഈ ഒക്കെ തന്നെ കഥകൾ ഒരുപാട് പറഞ്ഞ് പഴകിയ ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് CPM. നമുക്കറിയാമല്ലോ ഇപ്പോഴിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യമായിട്ട് നിയമസഭാ സമ്മേളനം ചേർന്നപ്പോൾ ആദ്യ ദിവസം അദ്ദേഹം തനിക്ക് ലോക്കപ്പിൽ മർദ്ദനം പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ തെളിയിക്കുന്ന രക്തം പുരണ്ട ഷർട്ടുകളുമായിട്ടൊക്കെ അത് പെയിന്റ് ആയിരിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ പറയാനാണെങ്കിൽ അന്ന് മറ്റേ TV രാജേഷ് എന്റെ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവിക്കേണ്ട കാര്യ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർമ്മയുണ്ട്, അടികൊണ്ടിട്ട്. അപ്പോൾ അതൊക്കെ തന്നെ വെറുതെ ആയിരിക്കണം. ഇതെല്ലാം ഇപ്പൊ കുത്തിപ്പൊക്കാൻ പ്രേരകമായത് എന്താണ്? ഈ സഖാക്കന്മാരുടെ ഈ ഷാഫിക്കെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനത്തെ പഴയ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. ഇവരിപ്പോ ഈ ഷാഫിക്കേറ്റ ഈ ഒരു ഇതില് അപലപിക്കണ്ട, പ്രതികരിക്കണ്ട, മിണ്ടാതിരുന്നാ മതിയായിരുന്നു. എന്തിനാണ് ഷാഫിയെ വിമർശിക്കാം ഇവർക്ക്, പക്ഷെ ഒരു ആരോഗ്യപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനം നടത്താം.